പ്രൈസ് ദി ലോർഡ്. വായിക്കാൻ പോകുന്നത് ഒരു ഭാവനയാണ്. ചാക്കോച്ചൻ കണ്ട സ്വർഗം. ഒരുപാട് താമസിച്ചാണ് ഉറങ്ങാൻ കിടന്നത്. രാത്രി മുഴുവൻ സന്ദർശകരായിരുന്നു. പുതുതായി വന്ന പാസ്റ്റർ വേണ്ട എന്ന് തീരുമാനം എടുത്തതിന് ശേഷമാണ് എല്ലാവരും പിരിഞ്ഞുപോയത്. ഓരോന്നോർത്ത് ഉറങ്ങിപ്പോയി. രാവിലെ മറിയാമ്മയുടെ നിലവിളി കേട്ടാണ് ഉണർന്നത്. കണ്ണു തുറക്കാൻ പറ്റുന്നില്ല, ശരീരം അനക്കാൻ പറ്റുന്നില്ല, വല്ലാത്ത പരിഭ്രാന്തിയായി. എടാ മോനെ, അച്ചായൻ നമ്മെ ഇട്ടിട്ട് പോയി എന്ന് തോന്നുന്നു, നമുക്കിനി ആരുണ്ടടാ എന്ന് ചോദിച്ചു. എടീ, എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയാൻ ശ്രമിച്ചു. പക്ഷേ വായി തുറക്കാൻ പറ്റുന്നില്ല, ശരീരം അനക്കാൻ പറ്റുന്നില്ല. അവർ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും മറുപടി പറയാൻ പറ്റുന്നില്ല. പതിയെ അയൽക്കാരെല്ലാം വരാൻ തുടങ്ങി. നല്ല മനുഷ്യനായിരുന്നു എന്ന് അടക്കം പറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആ സത്യം മനസ്സിലാക്കി, ഞാൻ മരിച്ചു എന്ന്. ഇത്രയും പെട്ടെന്ന് മരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. വല്ലാത്ത വിഷമം തോന്നി. ആ നിമിഷം തന്നെ ഞാൻ പഞ്ഞു പൊങ്ങുന്നത് പോലെ മുകളിലേക്ക് പൊങ്ങിത്തുടങ്ങി. എനിക്ക് പോകേണ്ട എന്ന് ഞാൻ ഉറക്കെ നിലവിളിച്ചു. എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മുകളിലേക്ക് പൊങ്ങിത്തുടങ്ങി. എൻ്റെ ശരീരം ചേർത്ത് പിടിച്ചു ഭാര്യയും മക്കളും കരഞ്ഞു. നൊടിയിടയിൽ എല്ലാം കഴിഞ്ഞു. ഞാനിപ്പോൾ എവിടേക്ക് നോക്കിയാലും മഞ്ഞുപോലെയുള്ള മേഘങ്ങൾ മാത്രം. മനോഹരമായ മുത്തുകളാൽ നിർമ്മിതമായ ഗോപുരം തെളിഞ്ഞു വന്നു. അതിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. ഇതാണോ എനിക്ക് വേണ്ടിയുള്ള ഇടം എന്ന് ചിന്തിച്ച് വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങി. വാതിൽ തനിയെ തുറന്നു വന്നു. ദൈവദൂതനെ പോലെ ഒരാൾ മുൻപിൽ വന്നു. ആ മുഖശോഭ കണ്ട് പരിഭ്രമത്തോടെ ഞാൻ ചോദിച്ചു, അങ്ങ് ആരാണ്? ദൈവമാണോ? അദ്ദേഹം അത് ഗൗനിക്കാതെ ഒരു പുസ്തകം വിടർത്തി അതിലേക്ക് നോക്കി. എന്നിട്ടൊരു ചോദ്യം, ചെമ്മണ്ണൂരിലെ ചാക്കോച്ചനല്ലേ? അതെ, അത് തന്നെ. ഓ സമാധാനം, എൻ്റെ പേര് ജീവപുസ്തകത്തിൽ ഉണ്ടല്ലോ. എനിക്കറിയാമായിരുന്നു എൻ്റെ പേര് കാണുമെന്ന്. ഞാൻ കർത്താവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സന്തോഷത്തോടെ ഞാൻ ഇതെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ ഒന്ന് നോക്കി. അദ്ദേഹം മുഖമുയർത്തി എന്നെ നോക്കിയിട്ട് പുസ്തകം അടച്ചു വെച്ചു. അതിനുശേഷം എന്നെയും വിളിച്ചുകൊണ്ട് ഗോപുരത്തിനകത്തുകൂടെ നടന്നു. ഒടുവിൽ വിസ്താര സഭയ്ക്ക് മുന്നിൽ യാത്ര അവസാനിച്ചു. ഞാൻ നോക്കിയപ്പോൾ അസാധാരണമായ വെള്ള സിംഹാസനം. അതിൽ ഇരിക്കുന്നത് ആരാണ്? അങ്ങോട്ട് നോക്കുവാൻ പോലും കഴിയുന്നില്ല. എന്തൊരു പ്രകാശമാണ്! ഞാൻ മുഖം കുനിച്ചു നിന്നു. അപ്പോൾ ഒരു ദൂതൻ മുന്നോട്ട് വന്ന് ഒരു ചുരുൾ നിവർത്തി വായിച്ചു. പേര് ചെമ്മണ്ണൂരിലെ ചാക്കോച്ചൻ. നിത്യജീവന് യോഗ്യമായ പ്രവൃത്തി ഒന്നും ഇല്ലാത്തതിനാൽ നിത്യനരകത്തിന് യോഗ്യനായിരിക്കുന്നു. ഇടിനാദം പോലെയാണ് ഈ ശബ്ദം ഞാൻ കേട്ടത്. ഞാൻ തരിച്ചു നിന്നുപോയി. പെട്ടെന്ന് സുബോധം വന്നിട്ട് ഞാൻ ഉറക്കം നിലവിളിച്ചു, ഇത് നീതിയല്ല, ഇത് നീതിയല്ല. ഞാൻ വിശ്വസിച്ച് സ്നാനമേറ്റ ആളാണ്. അങ്ങയുടെ കൽപ്പനകളെല്ലാം ഞാൻ അനുസരിച്ചു. ഉടനെ സിംഹാസനത്തിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു. എന്താണ് നീ വിശ്വസിച്ചത്? കർത്താവെ, ഞാൻ വിശ്വാസത്തോടു കൂടി എല്ലാ പ്രാർത്ഥനയ്ക്കും അങ്ങ് മറുപടി തന്നു. ഒരു വീടില്ലാതെ ഭാരപ്പെട്ട് ഞാൻ കരഞ്ഞു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. നീ വീട് തന്നു, എനിക്ക് ജോലി തന്നു, മക്കൾക്ക് നല്ല ജീവിതം തന്നു. ഞാൻ വിറയലോടെ മറുപടി പറഞ്ഞു. ഉടനെ ഒരു ശബ്ദം ഞാൻ വീണ്ടും കേട്ടു. നീ ചോദിച്ചതിൽ ഞാൻ എന്തെങ്കിലും തരാതെ ഇരുന്നിട്ടുണ്ടോ? ഇല്ല കർത്താവേ, ഇല്ല എന്ന് ഞാൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ ഞാനൊരു ചോദ്യം കേട്ടു. നീ നിത്യജീവനായി എപ്പോഴെങ്കിലും എന്നോട് അപേക്ഷിച്ചിട്ടുണ്ടോ? വെള്ളിടി പോലെ ആ ശബ്ദം കേട്ട് ഞാൻ തരിച്ചു നിന്നുപോയി. സത്യമാണ്, അങ്ങനെ ഒരു ആവശ്യകതയുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ആണ് ജീവിച്ചത്. നിന്റെ നാമത്തിൽ ഒത്തിരി നന്മ ഞാൻ ചെയ്തു എന്ന് വീറോടെ വാദിച്ചു. അവൻ കുലപാതകിയാണ് എന്ന് ഇടത്തു നിന്നൊരു ശബ്ദം കേട്ടു. സാത്താൻ്റെ ദൂതൻ അവകാശം സ്ഥാപിക്കാൻ എത്തിക്കഴിഞ്ഞു. അല്ല അല്ല എന്ന് ഞാൻ കരഞ്ഞു. സഹോദരനെ പകയ്ക്കുകയും നിസ്സാര എന്ന് എണ്ണുകയും ചെയ്യുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് നീ അറിയുന്നില്ലേ? ഞാൻ എൻ്റെ തല താഴ്ത്തി നിന്നു. അനേക സഹോദരന്മാരെ മൂട എന്നും നിസ്സാര എന്നും പറഞ്ഞത് ഞാൻ ഓർത്തു. ദൈവനാമത്തിൽ ചെയ്തു എന്ന് പറയുന്നതെല്ലാം സ്വയം പ്രശംസയ്ക്കാണ് ചെയ്തതെന്ന് സാത്താൻ്റെ ദൂതൻ ആരോപിക്കുന്നത് കേട്ടു. അത് കേൾക്കുവാൻ ത്രാണിയില്ലാതെ ഞാൻ ഇരു ചെവികളും പൊത്തി. ചെയ്ത പ്രവൃത്തിയല്ല, അത് ചെയ്യുമ്പോഴുള്ള ഹൃദയമാണ് ദൈവം നോക്കുന്നത് എന്ന് പാസ്റ്റർ പഠിപ്പിച്ചത് പെട്ടെന്ന് ഹൃദയത്തിലേക്ക് ഓടിയെത്തി. അത് പാസ്റ്റർ തൻ്റെ വിവരക്കേടാണ് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു. വരിക, നിത്യനരകം നിനക്കായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതൻ എന്നെ പിടിച്ചു വലിച്ചു. അരുതേ അരുതേ എന്ന് ഞാൻ നിലവിളിച്ചു. എന്നെ കൊണ്ടുപോകരുതേ എന്ന് ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു കരഞ്ഞു. കർത്താവെ, എനിക്കൊരു അവസരം കൂടി തരണേ, എന്നെ നരകത്തിൽ തള്ളരുതേ എന്ന് ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. എന്തുവാ എന്നൊരു പെൺ ശബ്ദം. ഇത് മറിയാമ്മയുടെ ശബ്ദമല്ലേ? വേഗം കണ്ണു തുറന്നു. ശബ്ദം വരുന്നിടത്തേക്ക് നോക്കി. കയ്യിൽ ചട്ടുവുമായി മുന്നിൽ മറിയാമ്മ. എന്താ മനുഷ്യ, എന്ത് പറ്റി? എന്തിനാ ഇങ്ങനെ ഈ അലറിക്കരയുന്നത്? കുറേ നിമിഷം ഒരു പൊട്ടനെ പോലെ അവളെ നോക്കിക്കിടന്നു. അതൊരു സ്വപ്നമായിരുന്നു അല്ലേ?
എന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയം എനിക്ക് വേണ്ടി വന്നു. അതൊരു സ്വപ്നം മാത്രമായിരുന്നില്ല, അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ഞാൻ പതിയെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. മറിയാമ്മ എന്തൊക്കെയോ ചോദിക്കുന്നെങ്കിലും അതിനൊന്നും മറുപടി പറയാതെ ഞാൻ ഹൃദയത്തിൽ ദൈവമായി ഒരു തീരുമാനമെടുത്തു. നാം ഈ കേട്ടതുപോലെ ചാക്കോച്ചന് വന്ന അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ നിത്യജീവന് വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കാം. അതിനായി നമുക്ക് ഒരുങ്ങാം. കർത്താവിനെ തേജസ്സേറും പൊൻപുലരിയിൽ വേഗം കാണാം എന്ന പ്രത്യാശയോടെ പ്രതീക്ഷയോടെ നിർത്തുന്നു. ദൈവനാമത്തിൽ. ഹല്ലേലൂയ. ഈ കാലത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഭാവന. എത്ര പേർക്ക് ഹൃദയങ്ങളിൽ ആ വാക്കുകൾ കേട്ട് കുത്തുകൊണ്ടു? ഇന്ന് നാം മരിച്ചാൽ നമ്മുടെ നിത്യത എവിടെ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. പ്രൈസ് ലോർഡ്. നാം പറയുന്ന പൊട്ടച്ചൊല്ല് കളിവാക്കിനൊക്കെ നാം കണക്ക് പറയേണ്ട ഒരു ദിവസം വരുന്നെന്ന് ദൈവസന്നിധിയിൽ നാം ഓർമ്മിക്കണം. പ്രൈസ് ലോർഡ്. നിത്യത ഒരു സത്യമായതുപോലെ തന്നെ നരകവും നിത്യമായതൊന്നാണെന്നുള്ളത് നാം ഈ പകൽക്കാലം മനസ്സിലാക്കണം. നാം ഈ കൂടി വരുന്നതൊക്കെ നമ്മൾ നിത്യതയിൽ കർത്താവിനോടൊപ്പം വസിപ്പാൻ ഇടയാക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ ഓടുന്നതോ അധ്വാനിക്കുന്നതോ ഒക്കെ വെറുതെയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നാം എല്ലാം വിട്ടെറിഞ്ഞ് ദൈവസന്നിധിയിൽ നാം വന്നിട്ടുണ്ട്. കർത്താവിനെ ആരാധിപ്പാനും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സമയം കണ്ടെത്തുന്നെങ്കിലും എൻഡ് ഓഫ് ദി ഡേ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നാം എത്തുന്നില്ലെങ്കിൽ നാം ഈ ചെയ്യുന്നതൊക്കെ വെറുതെയാണ്. കർത്താവിൻ്റെ അടുത്ത് കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞു, കർത്താവെ ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഐ നെവർ ന്യൂ യു. ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ നമുക്ക് ഈ ഒരു ഭാവന ഏറ്റവും അനുഗ്രഹമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ലോർഡ്.